ഹായ് ഗൈസ്, അപ്പോൾ 31st ഒക്കെ അല്ലേ ഇന്ന്. നമുക്കൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. ചിക്കൻ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കിച്ചൂസ് ഉറങ്ങുവാണ്. കിച്ചൂസ് ഉറങ്ങുന്ന സമയത്തേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു വാട്ടർ ATM ആണ്. ഞാൻ പോയപ്പോൾ കണ്ടതാണ്. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ്. 1 ലിറ്റർ വാട്ടർ ഫോർ 1 rupees അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ചിക്കനാണ് മെയിൻ. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പുതിന വേണം, മിൻറ്റ് ലീഫ്, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയൊക്കെ ഇട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി പേസ്റ്റ് ആക്കണ്ട, കുറച്ച് എന്താ പറയുന്നത് അരച്ചെടുക്കാം കുറച്ച്. ഓക്കെ, സോ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ മെയിൻ മസാല. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടാം. മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മസാലാസും കൂടെ ഇടണം. മസാല ഇടുമ്പം പച്ചമുളക്, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ തന്നെ ഞാൻ എവറസ്റ്റിൻ്റെ ചിക്കൻ മസാലയും കൂടെ ഇടുന്നുണ്ട്. വെളിയിൽ നമുക്ക് ഈ ചിക്കൻ 65യുടെയും മസാല കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലി അതും കൂടി ഇതിൽ ചേർക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. പേസ്റ്റ് ചേർക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു വേറെ ഫ്ലേവറാണ് അതിന് കിട്ടുന്നത്. കൂട്ടത്തിൽ തന്നെ പുളിക്ക് വേണ്ടി നാരങ്ങ നീര് പിഴിയുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മസാലയിൽ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് ചിക്കൻ ഒന്ന് മസാലയ്ക്കകത്ത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത് 10 to 15 minutes നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സോ ഫ്രൈ ചെയ്യാൻ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിതെടുത്ത് മാറ്റാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കളർ വരുന്നത്. പിന്നെ നമുക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്ത് തന്നെ കുറച്ച് സവാള ഉള്ളി അരിഞ്ഞിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി വന്ന ആ മസാലയും കൂടി ഇതിൻ്റെ അകത്ത് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം.